ഗ്രാമവാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിങ്ഫിഷർ ട്രെയിനിംഗ് അക്കാദമി. പുണ്യങ്ങളുടെ നിറവിൽ മുസ്ലിം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ആയിരങ്ങളെത്തി. പൊറത്തിശ്ശേരി ചാത്തൻ മാസ്റ്റർ സ്മാരക മന്ദിരം കള്ളുഷാപ്പ് ആരംഭിക്കുന്നതിനു വേണ്ടി നീക്കാൻ ശ്രമിക്കുന്നതായി ആരോപണം. സ്മാരക മന്ദിരം നീക്കുന്നതിൽ ഇരിങ്ങാലക്കുട നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം വ്യാപകമായി. ഗുരുവായൂർ ക്ഷേത്ര നഗരിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹെലിപോർട്ട് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയതായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ. ദേവസ്വം കലാനിലയത്തിൽ കൃഷ്ണനാട്ടം വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തുമെന്നും ചന്ദ്രമോഹൻ. വാർത്തകൾ വിശദമായി. പുണ്യങ്ങളുടെ നിറവിൽ മുസ്ലിം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ജില്ലയിൽ വിവിധ ഈദ്ഗാഹുകളിലും പള്ളികളിലും നടന്ന നമസ്കാരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് പ്രാർത്ഥനാ നിരതരായി ഈദ്ഗാഹുകളിലേക്ക് എത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ ചേരമാൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം സുലൈമാൻ മൗലവി നേതൃത്വം നൽകി. ചന്തപുര ക്രാഫ്റ്റ് ഗ്രൗണ്ടിൽ നടന്ന സംയുക്ത ഈദ്ഗാഹിൽ അനസ് നദ്വി നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരം കനത്ത മഴയിലാണ് നടന്നത്. പള്ളി നിറഞ്ഞു കവിഞ്ഞതിനെ തുടർന്ന് പുറത്ത് നമസ്കരിച്ച നൂറുകണക്കിന് ആളുകൾ മഴയെ കൂസാതെ നമസ്കാരം പൂർത്തിയാക്കി. അന്തിക്കാട് ജുമാ മസ്ജിദിൽ നടന്ന നിസ്കാരത്തിന് ഇമാം ബഷീർ സഖാഫിയും മുറ്റിച്ചൂർ ജുമാ മസ്ജിദിൽ ഇമാം മുഹമ്മദ് കുട്ടി ബാക്കവിയും നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര കാരത്തിങ്കൽ ജുമാ മസ്ജിദ്, കിഴപ്പുള്ളിക്കര ജുമാ മസ്ജിദ്, താന്യം ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലും നമസ്കാരം നടന്നു. ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദ് പള്ളിയിൽ നടന്ന ഈദ് നമസ്കാരത്തിന് ഇമാം ഹുസൈൻ ബാക്കവി കാർമ്മികത്വം വഹിച്ചു. ആര്യങ്കാല ജുമാ മസ്ജിദ് പള്ളിയിൽ ഇമാം ഷാജഹാൻ മുസ്ലിയാർ, കൊരട്ടി ടൗൺ ഹിദായത്തുൽ ജുമാ മസ്ജിദിൽ മൗലവി സാലിത്ത് ലത്തീഫ് എന്നിവർ നേതൃത്വം നൽകി. കാളമുറി മസ്ജിദുൽ മുബാറക്കിൽ നടന്ന നമസ്കാരത്തിന് അഷ്റഫി ഹദ്വി നേതൃത്വം നൽകി. കയ്പമംഗലം നവോത്ഥാന കേന്ദ്രത്തിൽ മുഹമ്മദ് ഫാറൂഖി, കൊപ്രക്കളം ബുസ്താൻ മസ്ജിദിൽ അബ്ദുൽ ജബ്ബാർ മൗലവി, കയ്പമംഗലം പുത്തൻപള്ളിയിൽ മുസ്തഫ നിസാമി, കാക്കാത്തിരുത്തി ബദർ പള്ളിയിൽ ഉമർ സആദി, പൊന്മാനിക്കുടം മുഹിയുദ്ദീൻ പള്ളിയിൽ അബൂബക്കർ ഫൈസി, പെരിഞ്ഞനം കപ്പൽ പള്ളിയിൽ CK മുഹമ്മദ് അലി മുസ്ലിയാർ, ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദിൽ KSK തങ്ങൾ, ചളിനാട് സെന്റർ പള്ളിയിൽ റാഫി അൻവരി, കൂരിക്കുഴി ജുമാ മസ്ജിദിൽ അബ്ദുൽ സലാം സഖാഫി എന്നിവർ നേതൃത്വം നൽകി. ചന്ദ്രാപിന്നി ചിറക്കൽ ജുമാ മസ്ജിദിൽ അബ്ദുൽ സമദ് സഖാഫിയും, CB സെന്റർ നൂറുൽ ഹുദ മസ്ജിദിൽ സംഷുദ്ദീൻ സഖാഫിയും, ചന്ദ്രാപിന്നി സെന്റർ മസ്ജിദിൽ മുസ്തഫ ഫൈസിയും, ചാമക്കാല ജുമാ മസ്ജിദിൽ അബ്ദുൽ നാസർ ലത്തീഫിയും, അലിവത്തെരുവ് മുനവിറൽ ഇസ്ലാം മസ്ജിദിൽ അബ്ദുൽ റഹ്മാൻ മൗലവിയും നമസ്കാരത്തിന് നേതൃത്വം നൽകി. ഇടശ്ശേരി സെന്റ് ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് പള്ളി ഖത്തീബ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ നേതൃത്വം നൽകി. വാടാനപ്പള്ളി ഓർഫനേജ് മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് PA അബ്ദുൽ വാഹിദ് നേതൃത്വം നൽകി. വാടാനപ്പള്ളി തെക്കേ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് അബ്ദുൽ അസീസ് ഫൈസി, തൃത്തല്ലൂർ പടിഞ്ഞാറേ ജുമാ മസ്ജിദിൽ നൂർദ്ദീൻ യമാനി, തൃപ്രയാർ SNDP LP സ്കൂളിൽ നടന്ന ഈദ്ഗാഹിന് ആദം മൗലവി എന്നിവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് വലിയുള്ളാഹി അൽ കാഫിയും, കാട്ടുങ്ങച്ചിറ ജുമാ മസ്ജിദിൽ നടന്ന ഈദ്ഗാഹിന് CNA കബീർ മൗലവിയും നേതൃത്വം നൽകി. കൊടകര ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന നമസ്കാര ചടങ്ങുകൾക്ക് ഇമാം ബഷീർ അസ്ലമി വഴിക്കടവ് നേതൃത്വം നൽകി. മറ്റത്തൂർ അൽ അൻസാർ ജുമാ മസ്ജിദിൽ ഇമാം മാഹിൻ അബൂബക്കർ ഖാസിമിയും, കോടാലി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ കുഞ്ഞു മുഹമ്മദ് ഫൈസിയും, പത്തുകുളങ്ങര ജുമാ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് ഇമാം സെയ്ദ് മുഹമ്മദ് സഖാഫിയും നേതൃത്വം നൽകി. വെള്ളിക്കുളങ്ങര മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ ഇമാം അലവി അൻവരി നമസ്കാരത്തിന് നേതൃത്വം നൽകി. വെള്ളിക്കുളങ്ങര റിഫാഇ ജുമാ മസ്ജിദിൽ അബ്ദുൾ റസഖ് ഫാലിലിയും, ചൊക്കന ബദ്രിയ ജുമാ മസ്ജിദിൽ എടപ്പാൾ അബ്ദുൽ ജബ്ബാർ ബാക്കവിയും നമസ്കാരത്തിന് നേതൃത്വം വഹിച്ചു. ചേലക്കര കാളിയാറോഡ് ജുമാ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് അബ്ദുൽ റഹ്മാൻ ദാരിമിയും, ഉതുവടി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ ഉമർ ദാരിമിയും, ചേലക്കര ജുമാ മസ്ജിദിൽ യൂസഫ് മൗലവിയും നേതൃത്വം നൽകി. മാള IST ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് കെത്തീബ് റഹ്മാനും, മാള ജുമാ മസ്ജിദിൽ സലീം മൗലവിയും നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ജുമാ മസ്ജിദിൽ നടന്ന നിസ്കാരത്തിന് ഇമാം കാസിം അൽ ഹസനി നേതൃത്വം നൽകി. ഓട്ടുപാറ ടൗൺ ജുമാ മസ്ജിദിൽ മൊയ്തു അസ്ഹരി, ചെമ്പോട് ജുമാ മസ്ജിദിൽ യൂസഫ് ദാരിമി, കുറാഞ്ചേരി ജുമാ മസ്ജിദിൽ നാസിർ സഖാഫി, മങ്കര ജമാ മസ്ജിദിൽ മുഹമ്മദ് ബാക്കവി, കാഞ്ഞിരക്കോട് ജുമാ മസ്ജിദിൽ മുഹമ്മദ് കുട്ടി സുഹ്രി,
മാരാത്തുകുന്ന് മസ്ജിദിൽ ഷെരീഫ് മൗലവി, മൺലിത്തറ ജുമാ മസ്ജിദിൽ മുഹമ്മദ് കുട്ടി ലത്തീഫി എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ടൗൺ മസ്ജിദിൽ നടന്ന ഈദ്ഗാഹിന് സലീം മമ്പാട് നേതൃത്വം നൽകി. വെങ്കിടങ്ങ് സലഫി മസ്ജിദിൽ നടന്ന ഈദ്ഗാഹിന് യൂസഫ് സലഫി നേതൃത്വം നൽകി. തിരുനെല്ലൂർ സലഫി സെന്ററിൽ നടന്ന ഈദ്ഗാഹിന് ഹനീഫ് മൗലവി നേതൃത്വം നൽകി. പാവറട്ടി ടൗൺ മസ്ജിദിൽ നടന്ന ഈദ് നമസ്കാരങ്ങൾക്ക് ഖാലിദ് സ്വാദിയും, കെട്ടുങ്ങൽ ജുമാ മസ്ജിദിൽ നടന്ന ഈദ്ഗാഹിന് താജുദ്ദീൻ അസ്ഖനി പാണ്ടിക്കാടും, പാടൂർ ജുമാ മസ്ജിദിൽ നടന്ന ഈദ് നമസ്കാരത്തിന് ഉമർ ബാഖവിയും നേതൃത്വം നൽകി. ചേർപ്പ് ചെറുചേനം ജുമാ മസ്ജിദിൽ മഹൽ ഖത്തീബ് മുഹമ്മദ് സ്വാലി ഗുത്വിയും, വലിയ ചേനം ജുമാ മസ്ജിദിൽ ഖത്തീബ് ഇബ്രാഹിം അൻവരിയും പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. പുട്ടുച്ചിറ, ഊരകം, പൂച്ചിണ്ടിപ്പാടം തുടങ്ങിയ പള്ളികളിലും ഈദ്ഗാഹുകളിലും നിരവധി വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിന് എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് TCV. പൊറത്തിശ്ശേരി ചാത്തൻ മാസ്റ്റർ സ്മാരക മന്ദിരം കള്ളുഷാപ്പ് ആരംഭിക്കുന്നതിന് വേണ്ടി നീക്കാൻ ശ്രമിക്കുന്നതായി ഇരിങ്ങാലക്കുട നഗരസഭാ ഭരണസമിതിക്കെതിരെ ആരോപണം. പ്രഥമ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭാംഗവും CPI നേതാവുമായ ചാത്തൻ മാസ്റ്ററുടെ പേരിലുള്ള സ്മാരക നിലയമാണ് കള്ളുഷാപ്പിന് വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത്. 1988 മന്ത്രിയായിരുന്ന ലോനപ്പൻ നമ്പാടനാണ് സ്മാരക നിലയം ശിലാസ്ഥാപനം നിർവഹിച്ചത്. തുടർന്ന് കെട്ടിടം നിർമ്മിക്കുകയും ലൈബ്രറി ആരംഭിക്കുകയുമായിരുന്നു. പൊറത്തശ്ശേരി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലായിരുന്ന സ്ഥലം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ലയിച്ചതോടെ നഗരസഭയുടെ ഉടമസ്ഥതയിലാവുകയായിരുന്നു. തുടർന്ന് ഈ കെട്ടിടത്തോട് ചേർന്നുള്ള ഒഴിവുള്ള മുറി കള്ളുഷാപ്പ് നടത്താൻ നഗരസഭ ഭരിക്കുന്ന UDF ഭരണസമിതി ലേലം നൽകി. പ്രതിപക്ഷമായ LDFും BJPയും കൗൺസിൽ യോഗത്തിൽ ഇതിനെ അനുകൂലിക്കുകയും ചെയ്തു. ലൈബ്രറി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ ഷാപ്പ് വരുന്നതിനെക്കുറിച്ച് TCV അടക്കമുള്ള മാധ്യമങ്ങളിൽ വാർത്ത വന്നതിനെ തുടർന്ന് ഷാപ്പ് ആരംഭിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ ഈ കെട്ടിടത്തിൽ ഷാപ്പ് ആരംഭിക്കുന്നതിന് രഹസ്യമായി ഇപ്പോൾ നീക്കങ്ങൾ നടക്കുകയാണ്. ചാത്തൻ മാസ്റ്ററുടെ പേരിൽ തന്നെയുള്ള മാപ്രാണത്തെ കമ്മ്യൂണിറ്റി ഹാളിന്റെ സ്ഥലത്തേക്ക് ലൈബ്രറി മാറ്റാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. ഇതിനായി പ്രതിപക്ഷ നേതാക്കളെ നഗരസഭ ഭരണസമിതിയും ഷാപ്പുടമകളും സമീപിച്ചിട്ടുണ്ട്. ചാത്തൻ മാസ്റ്റർ KPMSന്റെ സ്ഥാപക നേതാവായതിനാൽ അവരിൽ നിന്നുള്ള എതിർപ്പുകൾ ഒഴിവാക്കാനും ഷാപ്പുടമകളുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ട്. ഇരിങ്ങാലക്കുടയിലെ പഴയകാല നേതാവിന്റെ സ്മാരകം നീക്കി ആ സ്ഥലത്ത് കള്ളുഷാപ്പ് സ്ഥാപിക്കുന്നതിനോട് ഇരിങ്ങാലക്കുടയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വ്യാപക പ്രതിഷേധമുണ്ട്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഗുരുവായൂർ ക്ഷേത്ര നഗരിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹെലിപോർട്ട് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയതായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ അറിയിച്ചു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെ കഴിഞ്ഞ 2 വർഷത്തെ നേട്ടങ്ങൾ വിശദീകരിക്കുന്നതിനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ചന്ദ്രമോഹൻ ഇക്കാര്യം അറിയിച്ചത്. ചാവക്കാട് ദ്വാരക ബീച്ചിലുള്ള ദേവസ്വത്തിന്റെ സ്ഥലമാണ് ഹെലിപോർട്ട് നിർമ്മിക്കുന്നതിനായി പരിഗണിച്ചിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഹെലിപോർട്ട് നിർമ്മിക്കുന്നതിനുള്ള ചുമതല. സ്ഥലം അനുയോജ്യമാണെന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് പ്രദേശവാസികളുടെ അനുമതി കൂടി ലഭിക്കേണ്ടതുണ്ട്. KSIDC ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെ എതിർപ്പില്ലെന്ന് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്ന മുറയ്ക്ക് ഹെലിപോർട്ട് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങാനാകുമെന്നും ചന്ദ്രമോഹൻ അറിയിച്ചു. ദേവസ്വം കലാനിലയത്തിൽ കൃഷ്ണനാട്ടം പഠിക്കാനെത്തുന്ന കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണനയിലുണ്ട്. കാലങ്ങളായി കൃഷ്ണനാട്ടത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം TCV പുറത്തുവിട്ടിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് ദേവസ്വം ചെയർമാൻ അറിയിച്ചത്. ഇതര ക്ഷേത്രങ്ങളുടെ ജീർണോദ്ധാരണത്തിനായി നൽകി വന്നിരുന്ന തുക 1.5 കോടിയിൽ നിന്ന് 2.5 കോടിയായി ഉയർത്താൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞുവെന്നും ചന്ദ്രമോഹൻ അവകാശപ്പെട്ടു. ഹൈന്ദവ അനാഥാലയങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിക്ക് തുടക്കമിടാൻ കഴിഞ്ഞു. ദേവസ്വത്തിന് കീഴിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിവിധ വിഭാഗങ്ങളിലായി താൽക്കാലിക ജോലിയെടുത്തിരുന്ന 116 ജീവനക്കാർക്ക് സ്ഥിര നിയമനം നൽകാനും ഭരണസമിതിക്ക് കഴിഞ്ഞു. ക്ഷേത്രത്തിൽ 2 പുതിയ വഴിപാട് ആരംഭിക്കാനും വർഷങ്ങളായി വൃത്തിയാകാതെ കിടന്നിരുന്ന മണിക്കിണർ വറ്റിച്ച് വൃത്തിയാക്കാനും ഭരണസമിതി മുന്നോട്ട് വന്നു. ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്ന കളഭത്തിന്റെ പരിശുദ്ധി ഉറപ്പാക്കുന്നതിനായി കശ്മീരിൽ നിന്ന് നേരിട്ട് കുങ്കുമപ്പൂവ് ലഭ്യമാക്കാൻ സാധിച്ചു. വളരെ കാലങ്ങളായി ഭക്തർ ആവശ്യപ്പെട്ടിരുന്ന ഇൻഫർമേഷൻ സെന്റർ ആരംഭിക്കാൻ കഴിഞ്ഞതും നേട്ടമായി കണക്കാക്കുന്നു. UDF മന്ത്രിസഭയുടെ പിൻബലത്തോടെ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഗുരുവായൂർ ദേവസ്വത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞതായും ചന്ദ്രമോഹൻ അറിയിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ N. രാജു, K. ശിവശങ്കരൻ, അഡ്വക്കേറ്റ് M. ജനാർദ്ദനൻ, അഡ്മിനിസ്ട്രേറ്റർ K. മുരളീധരൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ P. രമാദേവി, അസിസ്റ്റന്റ് മാനേജർ V. മുരളി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, ഗുരുവായൂർ. ദുരിതം പെയ്തിറങ്ങിയ പെരുമഴക്കാലത്തിന് ശമനമായെങ്കിലും വെള്ളമിറങ്ങിയ വീടുകളിൽ ബാക്കിയാകുന്നത് ദുരിതങ്ങളുടെ വേലിയേറ്റം.
ലോകമെങ്ങും പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നന്നായി ഭക്ഷണം പാകം ചെയ്യാൻ പോലും സാധിക്കാതെ മാള കൊച്ചുകടവിലെ ചില മുസ്ലിം കുടുംബങ്ങൾ ദുരിത വഴിയിലായി. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് സമീപത്തെ വീടുകളിലും ദുരിതാശ്വാസ ക്യാമ്പിലും കഴിഞ്ഞിരുന്നവരാണ് പെരുന്നാൾ ദിവസം വീടുകളിൽ തിരിച്ചെത്തിയത്. വീടുകളിൽ എത്തിയ അവരെ കാത്തിരുന്നത് മറ്റൊരു ദുരിത കാഴ്ചയായിരുന്നു. വീടിന്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങിയെങ്കിലും വീടിന്റെ ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. കൊച്ചുകടവ് കറപ്പം വീട്ടിൽ അൻസാറും കുടുംബവും വീട്ടിലെത്തിയപ്പോൾ കണ്ടത് പാമ്പടക്കമുള്ള ജീവികൾ ചത്തു ചീഞ്ഞ നിലയിലായിരുന്നു. ഭക്ഷണം പാകം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഏകമകൻ 1.25 വയസ്സുള്ള ബാദുഷയ്ക്ക് ഉമ്മ ഷംല മുറ്റത്ത് വെള്ളത്തിൽ നിന്നാണ് ഭക്ഷണം നൽകിയിരുന്നത്. ചെളി നിറഞ്ഞ അകത്തേക്കാൾ സുരക്ഷിതം വെള്ളം നിറഞ്ഞു കിടക്കുന്ന മുറ്റമാണെന്ന് കരുതിയാണ് കുട്ടി കളിക്കുന്ന സൈക്കിളിൽ ഇരുത്തി ഭക്ഷണം നൽകിയത്. ചെറിയ കുട്ടിയുള്ളതുകൊണ്ടാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകാതെ സമീപത്തെ വീട്ടിൽ താമസിച്ചത് എന്നും പെരുന്നാളായതുകൊണ്ടാണ് കാലത്ത് വീട്ടിലെത്തിയതെന്നും ഷംല പറഞ്ഞു. പെരുന്നാളായിരുന്നു വന്നാണ്, ഞങ്ങൾ വേറെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. വന്നപ്പോഴോ അകത്തൊക്കെ നിറയെ വെള്ളം, കിടക്കാനും പറ്റൂല, ഒന്നിനും പറ്റില്ലാത്ത അവസ്ഥയാണ്. അടുക്കളയിലും പാചകം തന്നെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ചെറിയ കൊച്ചിനൊക്കെ കൊണ്ട് എങ്ങനെ ഭയങ്കര ജീവിതം തന്നെ. കൊച്ചിനെ ഓരോന്ന് കേൾക്കുമ്പോ 1.5 വയസ്സായ കൊച്ചു പോയി ഒഴുകിപ്പോയി എന്നൊക്കെ പറയുമ്പോ പേടിയാണ്. ഇത്തരത്തിൽ നിരവധി കുടുംബങ്ങളാണ് ക്യാമ്പുകളിൽ പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ മറ്റു വീടുകളിൽ കയറി താമസിച്ചത്. എന്നാൽ വീട് വെള്ളത്തിലായി താമസം മാറിയവർക്ക് യാതൊരു ആനുകൂല്യവും ലഭിച്ചില്ലെന്നും ഇവർ പരാതിപ്പെടുന്നു. വെള്ളം കയറി ക്യാമ്പിലെത്തിയവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടിയപ്പോൾ ക്യാമ്പിലെത്താത്ത ദുരിതബാധിതരെ പരിഗണിച്ചില്ലെന്ന് കൊച്ചുകടവ് ചെറുകാട്ടിൽ ജമീല പരാതിപ്പെട്ടു. ഞങ്ങള് പിള്ളേരും സുഖമില്ലാത്ത ആൾക്കാരാണ്, ഞങ്ങള് ക്യാമ്പിലേക്ക് പോയില്ല. അപ്പൊ ക്യാമ്പിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും ഇല്ല. അപ്പൊ വെള്ളം മുങ്ങാത്ത തറകൾക്ക് കയറിയവരുണ്ട് ചില വീട്ടുകളിൽ. അപ്പൊ ആ തറയിൽ നിന്ന് മുങ്ങുന്ന വരെ ഇരിക്കാന്നുള്ള ഇതില് വെള്ളം ഇറങ്ങിയതോടെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് എല്ലാവരും വീടുകളിലേക്ക് തിരിച്ചുപോയി. പൂവത്തുശ്ശേരി അംഗൻവാടി, എരവത്തൂർ, പൊയ്യ പഞ്ചായത്തിലെ കൃഷ്ണൻകോട്ട, മാള, പള്ളിപ്പുറം എന്നിവിടങ്ങളിലെ ക്യാമ്പുകൾ അവസാനിപ്പിച്ചു. ഇനി വീട് പഴയ പോലെ ഒരുക്കാൻ ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് വീട്ടുകാർ പറയുന്നത്. TCV ന്യൂസ്, മാള. ഇടവേള. വാർത്തകളിലേക്ക്. റിപ്പർ ജയാനന്ദൻ തടവ് ചാടിയിട്ട് നാളേക്ക് 2 മാസം. റിപ്പറിനായുള്ള തിരച്ചിൽ പോലീസ് അവസാനിപ്പിച്ച മട്ടാണ്. കൊടും കുറ്റവാളിയായ റിപ്പർ ജയാനന്ദൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടിയത് ജൂൺ 9-നാണ്. റിപ്പറിനൊപ്പം തടവ് ചാടിയ ഇയാൾ പിടിയിലായെങ്കിലും റിപ്പർ ഇപ്പോഴും കാണാമറിയത്ത് തന്നെ. ഇരട്ടക്കൊല ഉൾപ്പെടെ 7 കൊലക്കേസിലും 14 കവർച്ചാ കേസിലും പ്രതിയായ റിപ്പറിന്റെ രക്ഷപ്പെടൽ ഇയാളുടെ സ്വദേശമായ മാള പള്ളിപ്പുറം നിവാസികൾ ഞെട്ടലോടെയാണ് കേട്ടത്. ഏത് ക്രൂരകൃത്യവും ചെയ്യാൻ മടിയില്ലാത്ത വ്യക്തിയാണ് റിപ്പർ ജയാനന്ദനെന്ന് അവർക്കറിയാം. പ്രദേശവാസിയായ ഒരാൾക്ക് റിപ്പറിന്റെ വധഭീഷണിയും ഉണ്ടായിരുന്നു. റിപ്പർ മാളയിലെത്തിയെന്ന അഭ്യൂഹത്തെ തുടർന്ന് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണവും നടന്നു. എന്നാൽ റിപ്പറിന്റെ പൊടി കണ്ടെത്താനായില്ല. ജയാനന്ദൻ ജയിൽ ചാടി 2 മാസം പിന്നിടുമ്പോൾ പോലീസ് അന്വേഷണം ഏതാണ്ട് നിലച്ചമട്ടാണ്. ജയാനന്ദനെ തേടി തിരുപ്പതിയിലെത്തിയ പോലീസ് സംഘത്തിലെ ഒരാളുടെ കാലുമൊടിഞ്ഞപ്പോൾ അന്വേഷണത്തിന് താൽക്കാലിക വിരാമമായി. എന്നാൽ കുടുംബവുമായി വൈകാരിക ബന്ധമുള്ള ജയാനന്ദൻ നാട്ടിലെത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇതേസമയം ജയാനന്ദനെ കണ്ടതായി ജില്ലയിൽ വ്യാപകമായി അഭ്യൂഹം പ്രചരിച്ചിരുന്നു. റിപ്പർ തടവ് ചാടി 2 മാസം പിന്നിടുമ്പോൾ അന്വേഷണവും വഴിമുട്ടി നിൽക്കുകയാണ്. മറ്റൊരു കൊലപാതകവുമായി റിപ്പർ വീണ്ടും രംഗത്തെത്തുമോ എന്ന ഭീതി പോലീസിനും ഇല്ലാതില്ല. TCV, തൃശൂർ. വാടാനപ്പള്ളി ബീച്ചിൽ കടൽക്ഷോഭം ശക്തമായി. വാടാനപ്പള്ളി AKPDA മുതൽ തെക്ക് ഭാഗത്തേക്കാണ് കടൽക്ഷോഭം ശക്തി പ്രാപിച്ചിട്ടുള്ളത്. AKPDAയ്ക്ക് സമീപം ശക്തമായ കടൽക്ഷോഭത്തിൽ ഏതാനും തെങ്ങുകൾ കടപുഴകി വീണു. സീവാൾ റോഡിനരികിലുള്ള ഇത്തിക്കാട് രാധാകൃഷ്ണന്റെ വീട് ഏറെ അപകട ഭീഷണിയിലാണ്. വീടിന് ചുറ്റും മണൽ ചാക്കുകൾ നിരത്തിയിട്ടുണ്ടെങ്കിലും കടൽഭിത്തിയും കടന്നെത്തുന്ന തിരമാലകൾ ഭീതി സൃഷ്ടിക്കുകയാണ്. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെ കാലാവധി തിങ്കളാഴ്ച അവസാനിക്കും. TV ചന്ദ്രമോഹൻ ചെയർമാനായുള്ള ഭരണസമിതിയാണ് 2 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്നത്. അടുത്ത ഭരണസമിതിയെ നാമനിർദ്ദേശം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ ഭരണസമിതി നിലവിൽ വരാൻ കാലതാമസമുണ്ടാകുമെന്നാണ് സൂചന. ഭരണസമിതി ഇല്ലാത്ത സാഹചര്യത്തിൽ സാമൂതിരി രാജ, മല്ലിശ്ശേരി നമ്പൂതിരിപ്പാട്, ക്ഷേത്രം തന്ത്രി എന്നീ 3 സ്ഥിര അംഗങ്ങളും ദേവസ്വം കമ്മീഷണറും അഡ്മിനിസ്ട്രേറ്ററും ചേർന്നാണ് ഭരണം നടത്തുക. 9 അംഗ ഭരണസമിതിയിൽ കോൺഗ്രസിന് 3, ഡെമോക്രാറ്റിക് ജനതയ്ക്ക് 1 വീതം പ്രതിനിധികളാണ് ഉള്ളത്. ബാക്കിയുള്ള 2 പ്രാതിനിധ്യങ്ങൾ NSSനും
SNDPക്കുമാണ് നൽകിയിരുന്നത്. എന്നാൽ UDF സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് NSS SNDP പ്രതിനിധികൾ ദേവസ്വം ഭരണസമിതിയിൽ നിന്നും രാജിവെച്ചിരുന്നു. ഈ സംഘടനകൾക്ക് വീണ്ടും പ്രാതിനിധ്യം നൽകണമോ എന്ന കാര്യവും തർക്കത്തിലാണ്. മറ്റ് ഘടകകക്ഷികളുടെ പ്രാതിനിധ്യവും പരിഗണിക്കേണ്ടി വരും എന്നതും സർക്കാരിനെ വെട്ടിലാക്കിയിട്ടുണ്ട്. അമിതഭാരം കയറ്റിയ ലോറികളുടെ നിരന്തര സഞ്ചാരം മൂലം റോഡ് തകർന്നതായി ആരോപിച്ച് മൂന്നുമുറി കുഞ്ഞാലിപ്പാറയിൽ നാട്ടുകാർ ലോറികൾ തടഞ്ഞു. കുഞ്ഞാലിപ്പാറയിലെ സ്വകാര്യ മെറ്റൽ ക്രഷറിൽ നിന്നും വന്നിരുന്ന ലോറികളാണ് നാട്ടുകാർ തടഞ്ഞത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ വെള്ളിക്കുളങ്ങര പോലീസ് ലോറി തടഞ്ഞ 6 പേരെ കസ്റ്റഡിയിലെടുത്ത് പ്രതിഷേധത്തിന് ഇടയാക്കി. ഇവരെ പിന്നീട് കേസെടുക്കാതെ വിട്ടയച്ചു. അമിതഭാരം കയറ്റിപ്പോയതിന് ലോറി ഡ്രൈവർമാരിൽ നിന്നും പിഴ ഈടാക്കുകയും ചെയ്തു. 12 ടണ്ണിലധികം ഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് മൂന്നുമുറി 9 കുഞ്ഞാലിപ്പാറ റോഡിൽ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് മറ്റത്തൂർ പഞ്ചായത്ത് അധികൃതർ റോഡരികിൽ ബോർഡ് സ്ഥാപിച്ചിരുന്നു. ഇതിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് അമിതഭാരവുമായി പലപ്പോഴും ഇതുവഴി ലോറികൾ പോകുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് മഴയും വെയിലും ഏൽക്കാതിരിക്കാനായി 53 വർഷം മുൻപ് നിർമ്മിച്ച കിഴക്കേ നടപ്പുര പൊളിച്ചു പണിയുന്നതിനുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. 1960-ൽ ഗുരുവായൂരപ്പ ഭക്തനായ പരമേശ്വരൻ എമ്പ്രാന്തിരി പണിതു നൽകിയ കിഴക്കേ നടപ്പുരയാണ് പൊളിച്ചു പണിയുന്നത്. ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം കാണാവുന്ന തരത്തിൽ 1/2 കോടി രൂപ ചെലവിലാണ് പുതിയ നടപ്പുര നിർമ്മിക്കുന്നത്. തമിഴ്നാട്ടിലെ കുംഭകോണം ശ്രീ ഗുരുവായൂരപ്പ ഭക്തസമിതിയുടെ വഴിപാടായിട്ടാണ് പുതിയ നടപ്പുര നിർമ്മിക്കുന്നത്. പുതിയതായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നടപ്പുരയുടെ മിനിയേച്ചർ മാതൃക ശ്രീ ഗുരുവായൂരപ്പ ഭക്തസമിതി ഭാരവാഹികൾ ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ നടപ്പുരയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു. വൃശ്ചികം 1 മുൻപ് പുതിയ നടപ്പുരയുടെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കുമെന്ന് ദേവസ്വം ഭരണസമിതി അംഗം N. രാജു അറിയിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 75-ാം നമ്പർ അംഗൻവാടി മുമ്പ് പ്രവർത്തിച്ചിരുന്ന ഭൂമി ജനകീയ സംരക്ഷണ സമിതി പിടിച്ചെടുത്ത സംഭവം വിവാദത്തിലേക്ക്. നാട്ടിക ബീച്ചിലുള്ള സ്ഥലത്തിന്റെ ഉടമസ്ഥരെന്ന് അവകാശപ്പെടുന്ന പ്രദേശ മഹിളാ സമാജവും ജനകീയ സംരക്ഷണ സമിതിയും നിയമ നടപടിക്കായി ചാവക്കാട് കോടതിയെ സമീപിച്ചു. സംഭവത്തിൽ കോടതി നിയോഗിച്ച കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. അതേസമയം കോടതിയിൽ നിന്നും സമൻസ് ലഭിച്ചതിനു ശേഷവും ജനകീയ സമിതി അനധികൃതമായി നിർമ്മാണ പ്രവർത്തനം നടത്തുകയാണെന്ന് സമാജം ആരോപിച്ചു. സംസ്ഥാന സർക്കാർ ആദ്യമായി ആരംഭിക്കുന്ന പൂപ്പത്തിയിലെ ചക്ക സംസ്കരണശാലയുടെ ശിലാസ്ഥാപന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് ചക്ക വിഭവങ്ങൾ നൽകാനുള്ള ചക്ക സംഭരണം ആരംഭിച്ചു. ഈ മാസം 19-ന് നടക്കുന്ന ശിലാസ്ഥാപന ചടങ്ങിൽ എത്തുന്നവർക്ക് വിതരണം ചെയ്യാനാണ് വിഭവം തയ്യാറാക്കുന്നത്. സംഭരണത്തിന്റെ ഉദ്ഘാടനം പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല നൌഷാദ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് TV രാജുവിന്റെ വീട്ടിൽ നിന്ന് ചക്ക സ്വീകരിച്ച് നിർവഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിത്യവും നടക്കുന്ന ശീവേലിക്ക് ആനപ്പുറത്ത് എഴുന്നള്ളിക്കാറുള്ള തങ്കത്തിടമ്പിന്റെ പീഠത്തിനുണ്ടായ കേടുപാടുകൾ തീർത്തു. കാലപ്പഴക്കവും 4 വർഷം മുൻപ് അഷ്ടമിരോഹിണി ദിവസം ശീവേലി എഴുന്നള്ളിപ്പിനിടയിൽ താഴെ വീണതുമാണ് തിടമ്പിന് കേടുപറ്റാൻ കാരണം. പീഠത്തിൽ തിടമ്പിന്റെ 2 വശവും പ്രഭാമണ്ഡലം ഇളകുന്ന അവസ്ഥയിലായിരുന്നു. കാഴ്ച ശീവേലിക്ക് ശേഷം തന്ത്രി ചേന്നാസ് സതീശൻ നമ്പൂതിരിപ്പാട് തിടമ്പ് മാറ്റിയെടുത്ത് ശ്രീലകത്ത് വെച്ചതിനു ശേഷം പീഠം പുറത്തെടുത്തു നൽകി. സ്വർണ്ണശില്പിയായ ഉദയകുമാറിന്റെ നേതൃത്വത്തിലാണ് പണികൾ നടന്നത്. റേഷൻ കടയിൽ നിന്നും വാങ്ങിയ അരിയിൽ പുഴുക്കട്ടകൾ. അന്തിക്കാട് പടിയം ഭണ്ഡാരൻ വീട്ടിൽ സോമനാണ് റേഷൻ കടയിൽ നിന്ന് ലഭിച്ച കുത്തരിയിൽ നിന്ന് പുഴുക്കട്ടകളും മാലിന്യവും ലഭിച്ചത്. പടിയത്ത് പ്രവർത്തിക്കുന്ന ARD 154-ാം നമ്പർ റേഷൻ കടയിൽ നിന്നാണ് അരി വാങ്ങിയത്. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് പ്രദേശത്ത് ഇറിഗേഷൻ കനാൽ റോഡ് ഇടിഞ്ഞ് ഗർത്തം രൂപപ്പെട്ടു. കനാൽ ബണ്ടിനോട് ചേർന്നുള്ള അണ്ടർ ടണലിന് മുകളിലെ മണ്ണ് ഇടിഞ്ഞു താഴ്ന്നതാണ് റോഡ് ഇടിയാൻ കാരണമായത്. ഇതോടെ ഇതുവഴിയുള്ള കാൽനടയാത്രയും വാഹന ഗതാഗതവും മുടങ്ങി. കഴിഞ്ഞ ദിവസം മണ്ണ് ഇടിഞ്ഞു താഴ്ന്ന ഭാഗത്ത് റോഡിന് നടുവിലായി നാട്ടുകാർ കരിങ്കൽ ചീളുകളും മണ്ണും ഇട്ട് കുഴികൾ അടച്ചുവെങ്കിലും മഴ ശക്തമായതോടെ ഇവിടെ വീണ്ടും റോഡ് ഇടിഞ്ഞ് വലിയ കുഴി രൂപപ്പെട്ടിരിക്കുകയാണ്. രാത്രിയിൽ വഴിവിളക്കുകൾ പോലുമില്ലാത്ത ഈ ഭാഗത്ത് കാൽനടക്കാർ കുഴിയിൽ വീണ് അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തത്തിലൂടെ വെള്ളം ഒഴുകി കനാൽ ബണ്ട് പൊട്ടാനും ഇടയാകുമെന്ന് നാട്ടുകാർ ഭയക്കുന്നു. മണ്ണ് ഇടിഞ്ഞ ഭാഗത്ത് റോഡ് പുനർനിർമ്മിച്ച് കനാൽ ബണ്ട് ശക്തിപ്പെടുത്തണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അവണിശ്ശേരിയിൽ ബൈക്കിലെത്തിയ സംഘം സ്ത്രീയുടെ മാല മോഷ്ടിച്ചു. അവണിശ്ശേരി സ്വദേശിനി കൊച്ചുത്രേസ്യയുടെ 4 പവന്റെ മാലയാണ് ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ചത്. ഉല്ലൂർ പോലീസ് കേസെടുത്തു.
തൃശൂർ കാഞ്ഞാണി വാടാനപ്പള്ളി സ്റ്റേറ്റ് ഹൈവേ നിർമ്മാണവുമായി മുന്നോട്ടു പോകുമെന്നും തടസ്സങ്ങളെല്ലാം മാറ്റി ഹൈവേ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും PA മാധവൻ MLA പറഞ്ഞു. ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാലതാമസം ഒഴിവാക്കി റോഡ് നിർമ്മാണം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മണലൂർ ഗ്രാമപഞ്ചായത്ത് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് MLA ഇക്കാര്യം ഉറപ്പു നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട അക്വിസിഷൻ നടപടികൾക്കായി കളക്ടറെ ഭാരവാഹികൾ കാണുമെന്നും MLA പറഞ്ഞു. മുൻ നിശ്ചയപ്രകാരം മുൻ തീരുമാനപ്രകാരം ഒട്ടും വൈകാതെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നുള്ളതാണ് നിലപാട്. അതിന് തടസ്സമുള്ളതൊക്കെ മാറ്റാൻ ഈ ആക്ഷൻ കൗൺസിലുകാർ തയ്യാറാണ്. ജനപ്രതിനിധി എന്ന നിലയ്ക്ക് MLA എന്ന നിലയ്ക്ക് ഞാനും തയ്യാറാണ്. റോഡ് ആക്ഷൻ കൗൺസിലിനൊപ്പം നിന്നുകൊണ്ട് ഹൈവേ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും MLA പറഞ്ഞു. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ CN ജയദേവൻ, മുരളി പെരുന്നെല്ലി, ജോസ് വള്ളൂർ, കോർഡിനേറ്റർ ഡെക്കോറ വർഗീസ്, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN സുർജിത്ത്, ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അടുപ്പിന് മുകളിൽ പാകിയ വിറകിന് തീപിടിച്ച് അടുക്കള ഭാഗികമായി കത്തി. മണലൂർ പഞ്ചായത്തിലെ 17-ാം വാർഡിൽ താമസിക്കുന്ന വടക്കേ കാരമുക്ക് ചക്കമ്പി വേലായുധന്റെ വീട്ടിലെ അടുക്കളയാണ് ഭാഗികമായി കത്തിയത്. തീപിടിക്കുന്ന സമയം വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട സമീപവാസികളാണ് തീയണച്ചത്. സംഭവമറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് VN സുർജിത്ത്, വാർഡ് മെമ്പർ ഓമന വിൻസെന്റ് എന്നിവർ വീട് സന്ദർശിച്ചു. കരുവന്നൂർ പുഴ ഒഴുകുന്ന എട്ടുമന ഇല്ലിക്കൽ ഡാമിന്റെ ഷട്ടറുകൾക്കിടയിൽ തടസ്സം നിന്നിരുന്ന മരക്കഷ്ണങ്ങളും മാലിന്യ വസ്തുക്കളും ഫയർഫോഴ്സും നാട്ടുകാരും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് നീക്കം ചെയ്തു. ഗീതാഗോപി MLA, ജനപ്രതിനിധികൾ, ചെയർപേഴ്സൺ SI PV രാധാകൃഷ്ണൻ, വില്ലേജ് ഓഫീസർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മാലിന്യം നീക്കം ചെയ്തത്. ഇപ്പോൾ ഷട്ടറുകൾക്കിടയിൽ കൂടി വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നുണ്ട്. നബാർഡ് പദ്ധതിയിൽ ആദ്യ നിർമ്മാണം പൂർത്തീകരിച്ച വടക്കാഞ്ചേരിയിലെ വെയർഹൌസ് ഗോഡൌണിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു സുബ്രഹ്മണ്യന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം PS മോഹൻദാസ്, ഷീല പത്മനാഭൻ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. PK ബിജു MP, മന്ത്രി CN ബാലകൃഷ്ണൻ എന്നിവർ മുഖ്യ രക്ഷാധികാരികളായിട്ടാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു സുബ്രഹ്മണ്യനെ ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തു. 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഗോഡൌണിന്റെ ഉദ്ഘാടനം ഈ മാസം 19-ന് കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ നിർവഹിക്കും. ചാവക്കാട് മുതുവട്ടൂർ രാജ ഹാൾ ഗ്രൗണ്ടിലെ ഈദ്ഗാഹിൽ വിശ്വാസികൾക്ക് ഈദ് ആശംസകൾ നേരാൻ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹനും കോട്ടപ്പടി പള്ളി വികാരി ഫാദർ ജോൺസൺ ഒലക്കെങ്കിലും എത്തി. ഈദ് നമസ്കാര സമയത്തെത്തിയ ഇരുവരും ഖതീബ് സുലൈമാൻ അസഹരിക്ക് ഹസ്തദാനം നൽകി ഈദ് സന്ദേശം അറിയിച്ചു. നമസ്കാരത്തിൽ പങ്കെടുത്ത വിശ്വാസികൾക്കും ഇരുവരും ആശംസകൾ നേർന്നു. കാട്ടൂർ ഗവൺമെന്റ് സ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലെ അംഗങ്ങളോടൊപ്പം മുസ്ലിം ലീഗ് പ്രവർത്തകർ ഈദ് ആഘോഷിച്ചു. മുസ്ലിം ലീഗ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഈദ് ആഘോഷം സംഘടിപ്പിച്ചത്. തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി KA റിയാസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. ഹാറൂൺ റഷീദ്, MM മുഹമ്മദ് അലി, VS റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. TCV കുന്നംകുളം റിപ്പോർട്ടർ ജോസിനെ പോലീസ് കയ്യേറ്റം ചെയ്തു. കൊരട്ടിക്കരയിൽ വെച്ചാണ് സംഭവം. ഹൈവേ പോലീസ് SI VA രാജനാണ് മർദ്ദിച്ചത്. പോലീസ് പണം പിരിക്കുന്നത് ക്യാമറയിൽ പകർത്തുന്നതിനിടെയാണ് മർദ്ദനം. CCTV ക്യാമറാമാൻ മിഥുനും മർദ്ദനമേറ്റിട്ടുണ്ട്. കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിന് മുന്നിൽ SI വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയും സിവിൽ പോലീസ് ഓഫീസർ ചാർജ് എഴുതി നൽകുകയുമാണ് ചെയ്തത്. ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ SI VA രാജൻ ക്യാമറ തട്ടിമാറ്റുകയും ഇരുവരെയും മർദ്ദിക്കുകയുമായിരുന്നു. പരിക്കേറ്റ ഇവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കുന്നംകുളം പ്രസ് ഫോറം പ്രസിഡന്റ് ദിലീപ് ജോർജ് പറഞ്ഞു. ജോസിനെ മർദ്ദിച്ചതിൽ BJP ജില്ലാ സമിതി അംഗം MV ഉല്ലാസ് പ്രതിഷേധിച്ചു. സാധാരണ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഈ രീതിയിലുള്ള ആക്രമണ സ്വഭാവത്തോടുകൂടിയുള്ള പ്രവർത്തനം പോലീസ് നടത്തുമ്പോൾ സാധാരണക്കാരായ സിവിലിയന്മാർക്ക് എന്ത് നീതിയാണ് ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് കിട്ടുക? ഇവിടെ ഇത്തരക്കാരെ ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവം പ്രകടിപ്പിക്കുന്ന
പോലീസുകാർക്കെതിരെ കൃത്യമായി നടപടിയെടുക്കുന്നില്ല എന്നതാണ് ഇത്തരം ക്രിമിനലുകൾ പോലീസിൽ വളരുവാനുള്ള കാരണം. ജോസിനെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബാബു എം പാലിശ്ശേരി MLAയും പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ ഹൈവേ പോലീസിന് തൃശ്ശൂരിൽ എന്താ കാര്യം? അത് പിന്നെ ചിത്രീകരിക്കാൻ ശ്രമിച്ച പത്രക്കാർക്ക് നേരെ ഹൈവേ പോലീസ് ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല ആ പോലീസിന് എന്തോ മറച്ചു വെക്കാനുണ്ട്. അവരെന്തിനാ പിന്നെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്ന പത്രക്കാരെ ആക്രമിക്കുന്നത്? ആ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് അവർക്ക് എന്താ കുഴപ്പം? അവരുടെ ഭാഗത്ത് യാതൊരു കുഴപ്പമില്ലെങ്കിൽ, അന്യായമായ ഒന്നും അവർ ചെയ്യുന്നില്ലെങ്കിൽ അവരെന്താ ആരെങ്കിലും വന്ന് ഫോട്ടോ എടുത്ത് പോയിക്കോട്ടെ, അത് പത്രത്തിൽ വന്നോട്ടെ അല്ലെങ്കിൽ TV യിൽ വന്നോട്ടെ. പക്ഷെ അവരെ ആക്രമിക്കാനും പിടിച്ചു തള്ളാനും തല്ലാനും ഒക്കെ ഹൈവേ പോലീസിന്റെ മലപ്പുറം ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കർശനമായ നടപടി അവരുടെ പേരിൽ സ്വീകരിക്കേണ്ടതുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ഈ കാര്യത്തിൽ ബന്ധപ്പെടുന്നുണ്ട്. ഇനി ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ ഗ്രാമവാർത്തകളുമായി ആൻഡ്രൂ ചേരും. ഗ്രാമവാർത്തകൾ തുടരുന്നു. പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പുണ്യങ്ങളുടെ നിറവിൽ മുസ്ലിം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ആയിരങ്ങളെത്തി. പൊറത്തിശ്ശേരി ചാത്തൻ മാസ്റ്റർ സ്മാരക മന്ദിരം കള്ളുഷാപ്പ് ആരംഭിക്കുന്നതിന് വേണ്ടി നീക്കാൻ ശ്രമിക്കുന്നതായി ആരോപണം. സ്മാരക മന്ദിരം നീക്കുന്നതിൽ ഇരിങ്ങാലക്കുട നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം വ്യാപകമായി. ഗുരുവായൂർ ക്ഷേത്ര നഗരിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹെലിപോർട്ട് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയതായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ. ദേവസ്വം കലാനിലയത്തിൽ കൃഷ്ണനാട്ടം വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തുമെന്നും ചന്ദ്രമോഹൻ. കൂടുതൽ ഗ്രാമവാർത്തകളിലേക്ക്. ചാലക്കുടി പുഴയിലെ കാടുകുറ്റിക്കടവിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. ആളൂരിൽ താമസിച്ചിരുന്ന തിരുവനന്തപുരം സ്വദേശി ചീനിവിള വീട്ടിൽ 50 വയസ്സുള്ള ശിവകുമാറാണ് മരിച്ചത്. കുട്ടനല്ലൂരിലെ ഒരു ഹോട്ടലിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത്. കുടുംബസമേതം ആളൂരിൽ താമസിച്ചിരുന്ന ഇയാൾ 4 ദിവസം മുൻപാണ് വീട്ടിൽ നിന്ന് പോയതെന്ന് ബന്ധുക്കൾ പറയുന്നു. വീടുകളിൽ കൂട്ടമായി ഇരുന്ന് മൈലാഞ്ചിയിട്ടും പൂത്തിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചും ചെറിയ പെരുന്നാളിൻ്റെ ആഘോഷത്തിൽ വിശ്വാസികൾ പങ്കാളികളായി. വിപണിയിൽ തയ്യാറായ വിവിധതരം മൈലാഞ്ചി ട്യൂബുകളാണ് ഭൂരിഭാഗം പേരും ഉപയോഗിച്ചത്. ചെറിയ കുട്ടി മുതൽ വലിയ സ്ത്രീകൾ വരെ മൈലാഞ്ചി ഇടുന്നതോടെയാണ് പെരുന്നാളിന് തുടക്കമായത്. ചാവക്കാട് അമരാവതി ബാറിന് സമീപമുള്ള തോട്ടിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി. ചാവക്കാട് ഇരട്ടപ്പുഴ തെക്കഞ്ചേരി വീട്ടിൽ 42 വയസ്സുള്ള ബൈജുവാണ് മരിച്ചത്. ചാവക്കാട് CI KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. തൃപ്രയാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 18-ന് കനോലി കനാലിൽ നടക്കുന്ന തൃപ്രയാർ ജലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. ഗീതാ ഗോപി MLA പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ KV പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR സുശീല, പ്രേമചന്ദ്രൻ വടക്കേടത്ത്, AS ദിനകരൻ തുടങ്ങിയവർ സംസാരിച്ചു. വലിയ ചേനം ആലുക്കൽ മൈതാനിയിൽ പാർക്ക് ചെയ്തിരുന്ന സ്വകാര്യ ബസ് സാമൂഹിക വിരുദ്ധർ തല്ലിത്തകർത്തു. തൃശൂർ ചേർപ്പ് ചേനം റൂട്ടിലോടുന്ന ഫ്രണ്ട്സ് ബസ്സാണ് തകർന്ന നിലയിൽ കാണപ്പെട്ടത്. മണലൂർ താഴം കോൾപ്പടവ് കർഷക സമിതി വാർഷിക പൊതുയോഗം കാഞ്ഞാണിയിൽ നടന്നു. പടവ് പ്രസിഡന്റ് MR മോഹനൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ദിവ ക്ലാസ് എടുത്തു. പടവ് സെക്രട്ടറി KM സുരേന്ദ്രൻ, BT റപ്പായി, ഇഗ്നേഷ്യസ് എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ ഇല്ലം നിറ ഭക്തി നിർഭരമായി. ക്ഷേത്രം തന്ത്രി KP ഉണ്ണി ഭട്ടതിരിപ്പാട് ചടങ്ങിന് നേതൃത്വം നൽകി. പൂജിച്ച കതിർക്കറ്റകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. പൊറത്തിശ്ശേരിയിൽ ചെറുകിട കർഷകർ നടത്തുന്ന മാർക്കറ്റ് ഒഴിപ്പിക്കാൻ റവന്യൂ അധികൃതർ നീക്കം നടത്തുന്നതായി പരാതി. പൊറത്തശ്ശേരി മേഖലയിലെ 100-ലധികം വരുന്ന ചെറുകിട കർഷകർ ചേർന്നാണ് പൊറത്തശ്ശേരി വില്ലേജ് ഓഫീസിന് സമീപം ചെറുകിട ചന്ത നടത്തുന്നത്. വാഴകൃഷിക്ക് പേരുകേട്ട സ്ഥലമായ പൊറത്തശ്ശേരിയിൽ ചന്തയിലെ പ്രധാന വിൽപ്പനയും നേന്ത്രക്കായയാണ്. ജില്ലയ്ക്കകത്തു നിന്നും പുറത്തുനിന്നും നിരവധി പേരാണ് നേന്ത്രക്കായയ്ക്കായി ഇവിടെ എത്തുന്നത്. ചെറിയ വിലയ്ക്ക് കർഷകർ തന്നെ വിളയിച്ചെടുക്കുന്ന പച്ചക്കറി വിൽപ്പനയും ഇവിടെ നടക്കുന്നുണ്ട്. പൊറത്തശ്ശേരി പഞ്ചായത്തിന്റെയും വില്ലേജ് അധികൃതരുടെയും അനുമതിയോടെ 15 വർഷം മുൻപാണ് ചെറുകിട വിപണി ആരംഭിച്ചത്. എന്നാൽ വിപണി നടത്തുന്ന സ്ഥലം റവന്യൂ വകുപ്പിന്റേതാണെന്നും ഇത് ഒഴിഞ്ഞു പോകണമെന്നും റവന്യൂ വകുപ്പ് അധികൃതർ ആവശ്യപ്പെടുകയായിരുന്നു. വാഴക്കുലയും പച്ചക്കറിയും തൂക്കം നോക്കുന്നതിനുള്ള അളവ് യന്ത്രവും മറ്റും സൂക്ഷിക്കുന്നത് റവന്യൂ വകുപ്പിന്റെ കെട്ടിടത്തിലാണ്.
ഇത് അധികൃതർ പൂട്ടിയിടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് രാവിലത്തെ ചന്തയിൽ വിൽപ്പന നടത്താൻ കർഷകർ ബുദ്ധിമുട്ടി. തോമസ് ഉണ്ണിയാടൻ MLA ഇടപെട്ടതിനെ തുടർന്ന് മുറി തുറന്നുകൊടുക്കുകയായിരുന്നു. പൊറത്തശ്ശേരി മൃഗാശുപത്രിയിലേക്കും വില്ലേജ് ഓഫീസിലേക്കും വരുന്ന വഴി തടസ്സപ്പെടുത്തുന്നതുകൊണ്ടാണ് ചന്ത ഒഴിയാൻ നിർദ്ദേശം നൽകിയതെന്ന് റവന്യൂ അധികൃതർ പറഞ്ഞു. ചന്തയിൽ മാലിന്യങ്ങളും മറ്റും കുന്നുകൂടി കിടന്ന് ദുർഗന്ധം ഉണ്ടാകുന്നുണ്ടെന്നും റവന്യൂ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. സംസ്ഥാനത്ത് ദേശീയപാതകൾ സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുകയും സമരം നടക്കുകയും ചെയ്യുമ്പോൾ മണ്ണുത്തി മുതൽ കാസർഗോഡ് വരെ 18 കോടി രൂപ മുടക്കി റോഡ് അപകടങ്ങൾ കുറയ്ക്കാനെന്ന പേരിൽ ക്യാമറ സ്ഥാപിക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. റോഡ് അപകടങ്ങൾക്ക് പ്രധാന കാരണം തകർന്നു കിടക്കുന്ന റോഡുകളും നേരാവണ്ണം ടെസ്റ്റ് പൂർത്തിയാക്കാത്തവർക്ക് അഴിമതിയിലൂടെ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതുമാണ്. ക്യാമറകൾ സ്ഥാപിക്കേണ്ടത് റോഡുകളിലല്ല RT ഓഫീസുകളിലാണ്. ഇത് സംബന്ധിച്ച ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് ഉടൻ നടപ്പിലാക്കണം. മോട്ടോർ വാഹന വകുപ്പ് നാഥനില്ല കളരിയായി മാറി. വകുപ്പിലെ ഏതാനും ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായി നടപ്പിലാക്കുന്ന തീരുമാനങ്ങളെ സംബന്ധിച്ച് സർക്കാർ അന്വേഷണം നടത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഈ മാസം 13-ന് ജില്ലയിൽ നടത്തുന്ന മോട്ടോർ വാഹന പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ പടമാടൻ, സെക്രട്ടറി M ഗോകുൽദാസ്, KB സുരേഷ് കുമാർ, കൃഷ്ണ കിഷോർ എന്നിവർ പങ്കെടുത്തു. റോട്ടറി ക്ലബ്ബ് ഓഫ് തൃശൂർ സിറ്റിയുടെ ചാർട്ടർ ഡേയും അവാർഡ് ദാനവും ശനിയാഴ്ച വൈകിട്ട് തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊച്ചിയിലെ പെഗാസസിന്റെ സഹകരണത്തോടെ റോട്ടറി ക്ലബ്ബ് നൽകുന്ന മലയാളി അച്ചീവർ അവാർഡ് കല്യാൺ ജ്വല്ലേഴ്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ TS കല്യാണരാമന് സമ്മാനിക്കും. തന്റെ പ്രവർത്തന മണ്ഡലത്തിലെ സുദീർഘമായ സേവനങ്ങളെ മുൻനിർത്തിയാണ് കല്യാണരാമന് അവാർഡ് സമ്മാനിക്കുന്നത്. എക്സൈസ് വകുപ്പ് മന്ത്രി K ബാബു, അഡ്വക്കേറ്റ് താരമ്പിൽ രാമകൃഷ്ണൻ MLA തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരിക്കും. വാർത്താസമ്മേളനത്തിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് തൃശൂർ സിറ്റി പ്രസിഡന്റ് വിൽസൺ ജോർജ്, മുൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ജോർജ്, S സുരേഷ് എന്നിവർ പങ്കെടുത്തു. അന്തരിച്ച സംഗീതജ്ഞൻ ദക്ഷിണാമൂർത്തി അനുസ്മരണവും സംഗീതാർച്ചനയും പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി സംഗീത മണ്ഡപത്തിൽ വൈകിട്ട് 4-ന് നടക്കുന്ന അനുസ്മരണം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സംഗീതാർച്ചനയും നടക്കും. വാർത്താസമ്മേളനത്തിൽ ദക്ഷിണാമൂർത്തി സംഗീതോത്സവം ചെയർമാൻ KD ദേവദാസ്, കോർഡിനേറ്റർ സേതു ഇയാൽ, പ്രദീപ് മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി സമിതിയുടെ ജില്ലാ പഠന ക്യാമ്പ് ഈ മാസം 10 മുതൽ 12 വരെ പീച്ചിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമിതി സംസ്ഥാന രക്ഷാധികാരി കൂടിയായ EP ജയരാജൻ MLA പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ മുഖ്യ അതിഥിയായിരിക്കും. പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA, CITU സംസ്ഥാന സെക്രട്ടറി MM വർഗീസ്, സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി, സെക്രട്ടറി ES ബിജു തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുമാരി ബാലൻ, ജോസ് തെക്കേത്തല, KM ലെനിൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ ഇന്ദ്രജാല മഹോത്സവം സംഘടിപ്പിക്കുമെന്ന് അക്കാദമി സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ അറിയിച്ചു. ഈ മാസം 10 മുതൽ 13 വരെ തൃശൂർ, കണ്ണൂർ, കൊല്ലം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് ഇന്ദ്രജാല മഹോത്സവം സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത മാന്ത്രികൻ പ്രൊഫസർ K ഭാഗ്യനാഥിന്റെ സ്മരണയോടൊപ്പം ജാലവിദ്യയുടെ വളർച്ചയ്ക്കും വികസനത്തിനും വേദിയൊരുക്കുന്ന ഇന്ദ്രജാല മഹോത്സവം തൃശൂരിൽ ഞായറാഴ്ച നടക്കും. രാവിലെ 11-ന് KT മുഹമ്മദ് സ്മാരക തിയേറ്ററിൽ ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി മാജിക് മത്സരങ്ങൾ അരങ്ങേറും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം തേറമ്പിൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മത്സര വിജയികളുടെ പ്രകടനങ്ങളും മജീഷ്യൻ നിബിൻ നിരാവത്തിന്റെ ഗാല മാജിക് ഷോയും അരങ്ങേറും. മഹേന്ദ്രജാലം എന്ന കലയിൽ പ്രശസ്തനായ തൃപ്പൂണിത്തുറ സ്വദേശി ചീരക്കുഴി ഉണ്ണികൃഷ്ണനെ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കും. മന്ത്രി K ബാബു, സംഗീത നാടക അക്കാദമി ചെയർമാൻ സൂര്യ കൃഷ്ണമൂർത്തി എന്നിവർ ചീരക്കുഴി ഉണ്ണികൃഷ്ണന്റെ വസതിയിലെത്തി ഫലകവും പൊന്നാടയും നൽകി ആദരിക്കും. വാർത്താസമ്മേളനത്തിൽ അക്കാദമി ജനറൽ കൗൺസിൽ അംഗം മേതിൽ വേണുഗോപാൽ, MR വിനോദ് കുമാർ എന്നിവരും പങ്കെടുത്തു. മരുന്നുകളുടെ വില നിയന്ത്രണത്തെ അട്ടിമറിക്കാൻ ബഹുരാഷ്ട്ര കമ്പനികളും ഔഷധ മേഖലയിലെ ലാഭമോഹ ശക്തികളും നടത്തുന്ന ശ്രമങ്ങൾ പരാജയപ്പെടുത്തുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഫാർമസി വർക്കേഴ്സ് യൂണിയൻ AITUC പ്രസിഡന്റ് AN രാജൻ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കുറഞ്ഞ വിലയ്ക്കുള്ള മരുന്നുകൾ വിപണിയിൽ എത്തിക്കാതെ കമ്പനികൾ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലും മെഡിക്കൽ ഷോപ്പുകളിലും പല മരുന്നുകളും ലഭ്യമല്ല. ഈ നില തുടർന്നാൽ പല ആശുപത്രികളിലും ചികിത്സ പ്രതിസന്ധിയിലാകും.
കൃത്രിമക്ഷാമമുണ്ടാക്കി മരുന്നുകൾ വില കുറച്ച് നൽകാനുള്ള തീരുമാനം അട്ടിമറിക്കാനുള്ള ശ്രമത്തിനെതിരെ സംഘടനയുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും AN രാജൻ പറഞ്ഞു. സംഘടന ജില്ലാ സെക്രട്ടറി സോഫി തിലകൻ, ജോയിന്റ് സെക്രട്ടറി MR ഭൂപേഷ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളീയ സമൂഹത്തിന്റെ വളർച്ച ലോകത്തിന് മാതൃകയായിട്ടും ആദിവാസികളുടെയും പട്ടികജാതി വിഭാഗങ്ങളുടെയും പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമായില്ലെന്ന് പട്ടികക്ഷേമ സമിതി സംസ്ഥാന പ്രസിഡന്റ് K. രാധാകൃഷ്ണൻ MLA പറഞ്ഞു. പട്ടികജാതി ക്ഷേമ സമിതിയുടെ ജില്ലാ പഠന ക്യാമ്പ് തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദിവാസി കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിച്ചിട്ടും ഭരണാധികാരികൾ നിസ്സംഗതയാണ് പ്രകടിപ്പിച്ചത്. പട്ടികജാതി വർഗ വിഭാഗങ്ങൾ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും വളരെ പുറകിലാണ്. ഇതിന് കാരണം ജാതിപരമായ വിവേചനമാണെന്ന് MLA പറഞ്ഞു. പട്ടികജാതി ക്ഷേമസമിതി ജില്ലാ പ്രസിഡന്റ് K. മണി അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി P. K. ഷാജൻ, പട്ടികജാതി ക്ഷേമ സമിതി സെക്രട്ടറി P. K. ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളെക്കുറിച്ച് MLAമാരായ K. രാധാകൃഷ്ണൻ, പ്രൊഫസർ C. രവീന്ദ്രനാഥ്, സുനിൽ P. ഇളയിടം എന്നിവർ ക്ലാസ് എടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പുണ്യങ്ങളുടെ നിറവിൽ മുസ്ലിം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ആയിരങ്ങളെത്തി. പൊറത്തിശ്ശേരി ചാത്തൻ മാസ്റ്റർ സ്മാരക മന്ദിരം കള്ളുഷാപ്പ് ആരംഭിക്കുന്നതിന് വേണ്ടി നീക്കാൻ ശ്രമിക്കുന്നതായി ആരോപണം. സ്മാരക മന്ദിരം നീക്കുന്നതിൽ ഇരിങ്ങാലക്കുട നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം വ്യാപകമായി. ഗുരുവായൂർ ക്ഷേത്ര നഗരിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹെലിപോർട്ട് നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയതായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV. ചന്ദ്രമോഹൻ. ദേവസ്വം കലാനിലയത്തിൽ കൃഷ്ണനാട്ടം വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തുമെന്നും ചന്ദ്രമോഹൻ. ഗ്രാമവാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഗ്രാമവാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kingfisher Training Academy.